ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം രാവിലത്തെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയാണ് നാസ്ത. അപ്പോൾ ഇഡ്ഡലി നാസ്ത ചുടാൻ വെച്ചപ്പോഴാണ് എനിക്കൊരു പാർസൽ വന്നത്. അപ്പോൾ എന്താ നോക്കിയാൽ എൻ്റെ മോൾക്കൊരു ഞാൻ കബോർഡൊന്നും ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ടോ. എൻ്റെ മോളുടെ ഡ്രസ്സുകളൊക്കെ ഓൾക്ക് ബീരുവിൽ വെച്ച് ഇപ്പോൾ നല്ല ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കാനും വെക്കാനും എല്ലാം. അപ്പോൾ ഞാൻ എന്താക്കി ഓൾക്കായിട്ടൊന്ന് സെപ്പറേറ്റ് ഒരു കബോർഡ് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇത് കുറേ പീസസ് ആയിട്ട് വന്നത് ഒരു വലിയൊരു ബാക്സിലായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ തന്നെ തലവേദന തുടങ്ങിയിട്ട് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യൽ പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫിറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക്കാണ് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഇതെല്ലാം അതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണം പറഞ്ഞിട്ടുള്ള ഇതിൽ കാട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നോക്കിയിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ നല്ല തിരക്കേടില്ലാത്തൊരു കുറച്ച് സ്പേസെല്ലാം ഉള്ള ഒരു കബോർഡാണ്. കുട്ടികൾക്കെല്ലാം നല്ല യൂസ്ഫുള്ളാണ്. കളർ 3-4 കളറിൽ കിട്ടും കേട്ടോ. അപ്പം കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്കാണ് ബെറ്റർ എന്ന് തോന്നി എനിക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലിയും ചിക്കൻ കറിയും നാസ്ത കഴിച്ചിട്ടുണ്ടായിട്ടോ. കഴിച്ചിട്ടാണ് ബാക്കി ഫുള്ള് ക്ലിയർ ആക്കിയത് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിലെന്തോ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ചിക്മോ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടോ. അമ്മൻ്റെ വീട്ടിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം കുട്ടികൾക്കെല്ലാം ലീവല്ലേ, അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം വൈകുന്നേരം ആകുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ചാട്സുകളുടെ പീടിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം. പറഞ്ഞ് ചോറും കഞ്ഞും തിന്നണക്കായും ജാസ്തി കുട്ടികൾ ഇങ്ങനത്തെല്ലാം തിന്നൽ. അപ്പോൾ ഇങ്ങനെ ഇടവഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ നല്ല ബുഗൻവില്ല നല്ല ലൈറ്റിൻ്റെ വെളിച്ചത്തിന് നല്ല കാണണ്ടായിട്ടോ. ഒരു പിങ്കിഷ് കളറായിട്ട് നല്ല സ്റ്റൈലുണ്ടായി ഫുള്ളുണ്ട് കേട്ടോ. അവിടെ ആ റോഡ് ഫുള്ള് നല്ല നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ആ പൂവ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചാട്സ് തിന്നാനായിട്ട് അവിടെ തൊട്ടടുത്ത് ചിക്മോളിൽ വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വെറും ചാട്സുകൾ മാത്രം കിട്ടുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അതായതാണ് നിറച്ച് എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആരാർക്ക് എന്തെന്ന് വേണം എല്ലാം അവരവർ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. നൂഡിൽസും മസാലപ്പൂരിയും പാനിപ്പൂരിയും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോപിയാണ് കേട്ടോ. ഗോപി മഞ്ചൂരി. അപ്പോൾ ഞാൻ എൻ്റെ മോള് ഗോപി എടുത്തിട്ടുണ്ടായി. ബാക്കിയെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ടായി. അപ്പോൾ നല്ല ഒരു ഇരിക്കാനും തിന്നാനും എല്ലാം നല്ല ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുൽഫി ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ലോണം തിന്നുകൊണ്ടായിട്ട് ഇപ്പോൾ ഇത് തീരെ കിട്ടാറില്ല. പക്ഷെ അവിടെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിന്ന് വാങ്ങിയിട്ടോ. പിന്നെ അമ്മോങ്കാക്കും ഭർത്താവും ക്രിക്കറ്റിൻ്റെ പിന്നാലെയാണ് കേട്ടോ. ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം വൈകുന്നേരം ആയെങ്കിൽ ഒരിടത്ത് ഓർ ഫുള്ളും ബിസിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി നൈറ്റ് ജിം അവിടെ തന്നെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഇത്തിരി പ്രയാസനെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിട്ടോ. ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ്. ഞാൻ തിരിച്ചിട്ട് സക്കരപട്ടണം വരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പം ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.